ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഇന്നലെ പറഞ്ഞു വെച്ച ഇതിൻ്റെ ബാലൻസാണ്. അങ്ങനെ ഇത് ആ സ്ഥലം 15.5 സെൻറ്റ് സ്ഥലം 9 ലക്ഷം രൂപയ്ക്ക് വിൽക്കുകയും പെങ്ങളുടെ വിവാഹത്തിന് ചുറ്റി വിളിച്ചതിൻ്റെ ബാധ്യത 1 ലക്ഷം രൂപയ്ക്ക് ഇഴിക്കുകയും ബ്രോക്കറേജ് 50,000 രൂപ പോവുകയും ചെയ്യും. അങ്ങനെ പോയി 1.5 ലക്ഷം രൂപ പോയിട്ട് ബാലൻസ് 7.5 ലക്ഷം രൂപയുണ്ട്. ഈ 7.5 ലക്ഷം രൂപയൊക്കെ പിന്നെ ഞാൻ വാങ്ങിക്കാൻ പോകുന്ന സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 സെൻറ്റ് സ്ഥലം ഒരു വാർക്ക വീട് വേണം. അത് ആ പുള്ളി ഇങ്ങനെ ബിസിനസ് ചെയ്തിട്ട് ആരും വാങ്ങിക്കാണ്ട് ഇങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോൾ 15 ലക്ഷം ഒക്കെ 16 ലക്ഷമൊക്കെ പറഞ്ഞിട്ട് ആരും വാങ്ങിക്കാണ്ട് നടന്നിട്ട് അത് ഞാൻ 10.25 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കുകയും ചെയ്തു. 7.5 ലക്ഷം രൂപയാണ് നമ്മുടെ കയ്യിലുള്ളൂ. പിന്നെ സ്വർണ്ണവും ചിട്ടിയൊക്കെ വിളിച്ച് ബാക്കി 3.25 ലക്ഷം രൂപയും കൂട്ടി അങ്ങനെ 10.25 ലക്ഷം രൂപ കൊടുത്ത് അത് വാങ്ങുകയും ചെയ്തു. ഇത് വാങ്ങിയിട്ട് നമ്മൾ അവിടെ കിടക്കുകയും 2009 2012 വരെ അവിടെ കിടക്കുകയും അതുപോലെ തന്നെ കോട്ടപ്പടി സെൻറ്ററിൽ ഇങ്ങനെ ഫാദറിൻ്റെ കടയിലാണ് ഇങ്ങനെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് 2012 ആയപ്പോൾ ഫാദറിന് ബിസിനസ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് സുഗന്ധവ്യഞ്ജനങ്ങൾ വാങ്ങിച്ചു വിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ കട വിൽക്കാൻ പോവുക എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് വാങ്ങാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് എനിക്ക് മുടക്കുള്ള 3 ലക്ഷം രൂപ തരാൻ പറഞ്ഞു. അപ്പോൾ അത് തരാൻ കഴിയില്ല എന്ന് പറയുകയും നീ വാങ്ങിക്ക് അല്ലെങ്കിൽ നീ ഒഴിവാൻ പറയുകയും ചെയ്തു. ഇത് വൈകിയതിൻ്റെ ഫലമായിട്ട് എനിക്ക് വീതം കിട്ടിയ സ്ഥലത്ത് ഉണ്ടായിരുന്ന പ്ലാവും ആഞ്ഞിലിയൊക്കെ ഫാദർ വിൽക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റിനോടൊക്കെ പറഞ്ഞ് ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കി കൊടുക്കാൻ പറയുകയും ചെയ്തു. ഇതിൻ്റെ ബാലൻസ് നമുക്ക് നാളെ പറയാം.